നോമ്പൊക്കെ അല്ലേ ഇന്നൊരു അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കിയാല അടിപൊളിയാണെന്നുള്ളത് ഉണ്ടാക്കിയതിന് ശേഷം പറയാം. എന്നാൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സെറ്റപ്പ് ആട്ടാമെന്ന് ചെയ്യാൻ പോണത്. ആദ്യം വേണ്ടത് നമുക്ക് ഉള്ളി വേണം. ഓൾറെഡി ഉള്ളി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മസ്റ്റായിട്ട് ചിക്കൻ വേണം. ചിക്കൻ വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഉള്ളി കട്ട് ചെയ്യാം. ഉള്ളി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാ എൻ്റെ അടഞ്ഞ മൂക്ക് വരെ ഓപ്പണായി. അതുപോലെ തന്നെ ഫുള്ള് കണ്ണീന്നൊക്കെ വെള്ളം വന്ന്. ഇതേപോലെ നിങ്ങളും ഒനിയും കട്ടിയുമ്പോൾ കണ്ണീന്ന് വെള്ളം വരാറുണ്ട്. അപ്പൊ അടുത്ത് കട്ടിത്തല്ല ബൈ. അടുത്ത നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കണം. ഇഞ്ചിയും ഗാർലിക്കും കൂടിയിട്ട് അത് നമുക്ക് അരക്കണം. അതുപോലെ തന്നെ 3 പച്ചമുളകും നമുക്ക് ഇതിന് ആവശ്യമായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഗാർലിക് പേസ്റ്റ് അതിൻ്റെ പിന്നെ നമുക്കൊരു 3 പച്ചമുളക് അരിയാം. അപ്പൊ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചിക്കൻ കട്ടിങ് ആണ്. മൊത്തമായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് കാണാം. അപ്പൊ നമ്മുടെ ചിക്കൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള സ്പൈസസ് ആണ് കാണുന്നത്. നമുക്ക് ഉപ്പ് വേണം, മഞ്ഞൾപ്പൊടി വേണം, മല്ലിപ്പൊടി വേണം, മുളക് പൊടി വേണം, അതുപോലെ തന്നെ ചിക്കൻ മസാലയും വേണം കേട്ടാ. ഇന്നത്തെ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് നമ്മൾ ചട്ടിയിലാണ് കേട്ടാ. ആദ്യം നമുക്ക് ചട്ടി അടുപ്പത്ത് വെക്കുക. എന്നിട്ട് നൈസായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാവുന്നതാണ്. വെളിച്ചെണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാട്ടാ. ഓയിൽ ഒഴിക്കുമ്പോൾ ചട്ടിയിൽ വെള്ളം ഇല്ലാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. വെള്ളം ഉണ്ടെങ്കിൽ ഇതേപോലെ ഔട്ടാ. അപ്പം നമ്മളെ ഓയിൽ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിലേക്ക് ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് 3 ഉള്ളിയാണ് കേട്ടോ. 3 സബോളയാണ് എടുത്തിട്ടുള്ളത്. സ്ലൈസ് ചെയ്തരിഞ്ഞിട്ടുള്ള 3 സബോള ഇടാം. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പച്ചമുളകും നമുക്ക് ഇടാവുന്നതാണ് കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും നമ്മൾ ഇടുന്നതാണ്. എന്നിട്ടൊരു 10-15 മിനിറ്റ് നന്നായി ഇളക്കിയെടുക്കുക. 1 ടേബിൾ സ്പൂണ് ഉപ്പ് നമ്മൾ ഇടണം കേട്ടോ ഇതിലേക്ക്. എന്നിട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഒരു ഗോൾഡൻ കളർ വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള സ്പൈസസ് ഒക്കെ ഇടാം. ഇതിലേക്ക് മറന്നു പോയൊരു സാധനം കിട്ടാം. ഒരു തക്കാളി നമുക്ക് ആവശ്യമുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അവിടെ തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ നമ്മളെ സബോള ഇങ്ങനെ ആയോണ്ടിരിക്കുന്നുണ്ട്. ഇതൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് തക്കാളിയും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളി ചെറുതായിട്ട് ഗോൾഡൻ കളറായിട്ട് വരികയുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി നമ്മളെ ആഡ് ചെയ്യാം കേട്ടോ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മളിവിടെ കട്ട്ലേറ്റിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പും ചെയ്യുന്നുണ്ട്. ഓക്കെ, അതങ്ങനെ ആവട്ടെ. അതിനൊപ്പം തന്നെ നമുക്ക് നമ്മളെ ചിക്കനും ഇടാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ഒരു 2 മിനിറ്റ് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഒരു 1/2 ടീസ്പൂണ് ഉപ്പും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ 1 ടീസ്പൂൺ ചേർത്ത് ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത്. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി വേണം കേട്ടോ. 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 3/4 ടേബിൾ സ്പൂണ് മുളകും പൊടി ഇട്ടാ. കുറച്ച് ചിക്കൻ മസാല. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യാം. ഒരു 1.5 കപ്പ് വെള്ളം നിങ്ങൾക്കിതിൽ ആഡ് ചെയ്യാവുന്ന കേട്ടോ. ഇനി കറി കൂടുതൽ വെള്ളത്തിട്ടേക്ക് അത് 2 കപ്പ് ആക്കിക്കോ. ഓക്കെ, ഇനി എല്ലാം കൂടിയിട്ട് ഒന്ന് അങ്ങോട്ട് യോജിപ്പിക്കുക. എന്നിട്ട് നമുക്കൊരു 10 മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിക്കണം കേട്ടോ. അപ്പോൾ ആദ്യം പാത്രം എടുത്തിട്ട് വരാം. അപ്പം നമുക്കൊരു 10 മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ കറി ഇങ്ങനെ തിളച്ച് വരികയുണ്ട്. പിന്നെ ഒരു 10 മിനിറ്റ് കൂടി നമുക്ക് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വീണ്ടും മൂടി വെക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ സെറ്റായിട്ട് നിൽക്കാം. ജസ്റ്റ് പള്ളിയിലൊന്ന് പോയിട്ടായിരുന്നു. അപ്പോൾ പിന്നെ കൊണ്ടാട്ടിനെ ഏൽപ്പിച്ചിട്ട് നമ്മൾ പോയത്. നല്ല ഗ്രേവി ആയിട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ചിക്കൻ കറി ഇവിടെ സെറ്റാണ്. അപ്പോൾ ഇതിലേക്ക് കൂട്ടാൻ പോണത് പത്തിരിയാണ്. അപ്പോൾ ഓക്കെ, ബൈ.